അത് പതി, പശു, പാസം, അല്ലെങ്കിൽ അതിൻ്റെ ഇത് വന്ന ടെക്നിക്കൽ ടേംസ് ഫോർ ആത്മാ. ആത്മാവെന്ന് പശു, ഇത് പാസം എന്ന് വെച്ചാൽ ദ എംപിറിക്കൽ വേൾഡ് ഓർ 36 തത്വാസ്. ആൻഡ് പതി മീൻസ് ഗാഡ്. ഇവിടെ ഗാഡ് എന്ന് വെച്ചാൽ ശിവം. സോ നേപ്പാളിലുള്ള ശിവന്റെ പേര് പശുപതിനാഥ്. നാഥ് മീൻസ് ലീഡർ. അപ്പോൾ പശുപതിനാഥ് അങ്ങനെയെന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെല്ലാം ഉള്ള ഒരു തലൈവൻ. അപ്പോൾ പശു എന്നുള്ളത് ആത്മാവിനെ പറയാൻ കാരണം, പശു മീൻസ് ദി ബൗണ്ട് വൺ, കെട്ടിയിട്ടിട്ടുള്ള ഒന്ന്. എന്തോന്ന്? കെട്ടിയിട്ടിട്ടുള്ള ഒന്ന്. അതുകൊണ്ട് അതിനെ വന്ന് പശു എന്ന് പറയുന്നത്. പശു എന്നുള്ളത് അടുത്തത് വന്ന് പാസം എന്ന് പറഞ്ഞാൽ ആ കയറ്, കെട്ടിയിട്ടിരിക്കുന്ന കയറ്. പതി എന്ന് പറഞ്ഞാൽ ദ ലീഡർ, ഗാഡ്. മലയാളത്തിൽ ഗോഡല്ലേ, തമിഴിൽ ഗോഡ്. ഗോഡ്സ് ഓൺ കൺട്രി. എന്തോന്ന്? അപ്പോൾ ഇത് വന്ന് ഇടയിൽ ഇവർ ഉണ്ടാക്കിയ ടൂറിസ്റ്റ് ലോഗോയാണ്. അല്ലാതെ ഇത് വന്ന് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് തമിഴ്നാട്. ഗോഡ്സ് ഓൺ കൺട്രി. കേരളമാണ് ഗോഡ്സ് ഓൺ കൺട്രി. അങ്ങനെയാണ് ഈ തമിഴ്നാട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കൺട്രിയാണ്. കർണാടക, ആന്ധ്ര എല്ലാം ദൈവം വാടകയ്ക്ക് എടുത്താണ് ചെയ്യുന്നത്. എല്ലാം ഗോഡ്സ് ഓൺ കൺട്രി തന്നെ. ഇത് ഒരു ലോകം ഉണ്ടായിരുന്നു. ശരി, റൈറ്റ്. ഇപ്പം നമുക്കിപ്പോൾ എന്തെന്ന് വെച്ചാൽ, അത് സിംപിളായി പറഞ്ഞാൽ മാൻ മാറ്റർ ഗാഡ്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ ഫിലോസഫിയും ഈ 3 ടെക്നിക്കൽ ടേമിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. 3 തന്നെ കണക്റ്റ് ആയിരിക്കുന്നു. മാൻ മാറ്റർ ഗാഡ്. അപ്പോൾ ഇവിടെ മാറ്റർ എന്ന് പറയുന്നത് ഇത് എംപിറിക്കൽ വേൾഡ്, ദി കോംപ്ലിക്കേഷൻസ് ഇൻ ദി വേൾഡ്. അതിൽ മനുഷ്യൻ ചിക്കി കിടക്കുകയാണ്. അതാണ് ഒരു നെറ്റിൽ ചിക്കി കിടക്കുകയാണ്. ആ നെറ്റ് വന്ന് അതാണ് നമ്മൾ വന്ന് പാസം എന്ന് പറയുന്നത്. ആ നെറ്റ് അങ്ങനെയെന്ന് പറയുമ്പോൾ അതിൽ വന്ന് 36 തത്വാസ്, 36 മെയിൻ തത്വാസ്. അതിന് 60 ആൻസിലറി തത്വാസ്. ആൻസിലറി തത്വാസ് എന്ന് വെച്ചാൽ താത്വീകം. അപ്പോൾ അങ്ങനെ 96 തത്വാസ് എന്നുള്ള കേട്ടിട്ടുണ്ടല്ലോ. 96 തത്വം. അത് ഇന്ത്യയിൽ മാത്രമാണ് 96. ബൈബിളിലും ശരി മറ്റേവർക്ക് ഈ 96 ഇത് ഒന്ന് അവർക്കില്ല. ആക്ച്വലി ബൈൻഡിങ്സ് ഇത് വന്ന് നമ്മുടെ ഹിന്ദു മതം വെരി സയൻറ്റിഫിക്. പീപ്പിൾ പഠിക്കും മുമ്പേ പൈസ വാങ്ങിച്ചുകൊണ്ട് ക്രിസ്ത്യാനായി മാറിപ്പോകുന്നു. അതാണ് കുഴപ്പം. അവരാണ് ഇതാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഡീപ്പ് നോളജ്. ഈ 96 തത്വങ്ങളും ഈ പ്രകൃതിയിലും ഉണ്ട്. പ്രകൃതിയിൽ ഉള്ളത് നിങ്ങളുടെ ദേഹത്ത് റിഫ്ലക്റ്റ് ആകുകയാണ്. ആ റിഫ്ലക്റ്റ് ആകുമ്പോൾ അത് നിങ്ങൾ വന്ന് അതിനുള്ള മൈൻഡ്, ബ്രെയിൻ എല്ലാത്തിലും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, കുഴപ്പം ഉണ്ടാക്കുന്നത് ഒരുപാട്. ഈ തത്വങ്ങൾ തന്നെ നിങ്ങളുടെ ദേഹത്തിൽ നാഡി ചാനലായിട്ട് ഓടുന്നു. നാഡി ചാനൽ എനർജി ചാനൽ ഇൻ ദി ആസ്ട്രൽ ബോഡി. എന്തോന്ന്? സോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മിനിയേച്ചർ വേൾഡ്. എന്തോന്ന്? ഈസ് എ മിനിയേച്ചർ വേൾഡ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൈക്രോകാസം. എന്തോന്ന്? മൈക്രോകാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനിയേച്ചർ വേൾഡ്.
പുറത്ത് നിങ്ങൾ കാണുന്നത് മാക്രോകാസം. എന്തോന്ന്? മാക്രോ മീൻസ് ബിഗ്. ഇപ്പം മാക്രോ കാശത്തിലുള്ള എല്ലാം മൈക്രോ കാശത്തിലുണ്ട്. എന്തോന്ന്? ശരി, നമ്മൾ വെളിയിരുന്നത് ഇത് ബിഗ്ഗസ്റ്റ് ഓഫ് ദി ബിഗ്ഗസ്റ്റ്. പക്ഷെ ഒരു ആറ്റം എന്ന് പറയുന്നത് മൈന്യൂട്ടസ്റ്റ് ഓഫ് ദി മൈന്യൂട്ടസ്റ്റ് അല്ലേ? പക്ഷെ നീ ഒരു ആറ്റത്തെ ഉടച്ചാൽ അത് മാക്രോ കാശത്തെ ഉടച്ച് കളയുന്നല്ലോ. സോ മൈക്രോകോസം ഈസ് ഈക്വൽ ടു മാക്രോകാസം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ മനുഷ്യൻ ഈ മൈക്രോകാസം ഈ ലോകത്ത് ഒന്ന് അനുഭവിക്കുന്നു അല്ലേ? നിങ്ങൾ അനുഭവിക്കുന്നു, എല്ലാവരും അനുഭവിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 4 പേരായിരുന്നാലും ഒവ്വൊരുടെ ജീവിതം ഒവ്വൊരു മാതിരിയല്ലേ? ഒരേ അമ്മ ഒരേ അച്ഛൻ അവർ പ്രോപ്പർട്ടി പങ്കുവെച്ച് തന്നാലും ഈക്വലായി തന്നെ കൊടുക്കുന്നു. പക്ഷേ ഒവ്വൊരുത്തരുടെ ചിന്താഗതി ഒവ്വൊരുത്തർക്ക് ലൈഫിൽ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം. ആൻഡ് ദീസ് ആർ അക്കോർഡിംഗ് ടു ദി ഡിഫാൾട്ട് സെറ്റിങ്സ് ഇൻ ദി ബ്രെയിൻ. എന്തോന്ന്? ഇതാണ് വിധി എന്ന് പറയുന്നത്. വിധി എന്ന് പറഞ്ഞാൽ അയ്യേ ഞാൻ MSc സയൻസ് പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പോയി വിധിയെക്കുറിച്ച് പറഞ്ഞാൽ. പക്ഷേ ഡിഫോൾട്ട് സെറ്റിംഗ് ഇൻ ദി ബ്രെയിൻ ഡിഫോൾട്ട് അതുള്ളത് തന്നെ. ആ സെറ്റിംഗ് കൊണ്ടല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആശ പാശ എയിം എല്ലാം വേരി ആകുന്നത്. ജനറ്റിക്കലി നിങ്ങളൊക്കെ 4 പേരും ഒന്നുപോലെയാണ്. മറ്റേ മൈൻഡിൽ വേറെ വേറെ അല്ലേ ഇരിക്കുന്നത്. സോ they are beyond the genetic conditions. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂ ടു യുവർ പാസ്റ്റ് കർമ്മ. അയ്യോ കർമ്മ, വാട്ട് ഈസ് ദാറ്റ്? ഇതൊക്കെ പറയാമോ? ഞങ്ങളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇരിക്കുന്നത്. വാട്ട് ഈസ് കർമ്മ? കർമ്മ മീൻസ് ആക്ഷൻ. എന്താണ് ആക്ഷൻ? എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ മറ്റവരുടെ സ്നേഹമായി പറഞ്ഞാൽ അവരും സ്നേഹമായി പറയും. നിങ്ങൾ മറ്റവരെ റെസ്പെക്റ്റ് ചെയ്താൽ അവരും റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു അടി കൊടുത്താൽ ഒരെണ്ണം കളരി ഫൈറ്റ് പഠിച്ചാൽ അവൻ തിരിച്ച് ഒരു അടി നല്ല സ്ട്രോങ്ങാ തരും. ഇതിനാണ് കേരളത്തിൽ കളരി ഫൈറ്റ് പഠിച്ചാലും കുഴപ്പം, പഠിച്ചില്ലെങ്കിലും കുഴപ്പം. കളരി ഫൈറ്റ് പഠിച്ച ഒരാൾ അനിയനെ ഒരു അടി കൊടുത്തിട്ട് അനിയനക്ക് 65 വയസ്സായിട്ട് മൂക്കിലൊരു വലിയ വേദന തീരുന്നില്ലെന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് വന്ന് ശരിയാക്കാൻ പറ്റുമോ? അതൊക്കെ പിള്ളേർ അച്ഛൻ കളരി ഫൈറ്റ് പഠിച്ചതിലുള്ള കുഴപ്പമാണ്. വീട്ടിൽ ഒരുത്തൻ പഠിച്ചില്ല, പഠിച്ചവൻ അടിച്ചു കൊടുത്ത് ചെവിക്കുറ്റി വഴി പഠിച്ച വർമ്മത്തെ അടിച്ചു കൊടുത്തപ്പോൾ അനിയൻ ഇന്നും അതിലൊന്നും പുറത്ത് വന്നില്ല. സോ ദീസ് ആർ എന്നാലും പഠിക്കണം, അതൊരു ഡിസിപ്ലിൻ ഉള്ളതാണ്. കേരള കളരി ഫൈറ്റ് ഇപ്പം നാഷണൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് കളരി ഫൈറ്റ്. അടുത്ത് കളരി ആസം ഉണ്ടോ? സോ വാട്ട് എന്തോന്ന് വെച്ചാൽ നമുക്ക് എന്തോന്ന് വെച്ചാൽ ഈ മിനിയേച്ചർ വേൾഡായിരിക്കുന്ന പശു അത് പാശത്തിൽ വന്ന് ഇങ്ങോട്ടൊക്കെയാണ്. പാശം എന്ന് പറഞ്ഞാൽ അത് 96 തത്വങ്ങൾ. ആ 96 തത്വങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വന്ന് ആത്മതത്വം 24, അതിൻ്റെ അടുത്ത് വിദ്യാതത്വം 7, അതിൻ്റെ ശേഷം ശിവതത്വം 5, അങ്ങനെ 36. അപ്പോൾ ഈ 36 തത്വങ്ങളെയും ക്രാസ് ചെയ്താണ്, ഫിസിക്കലായി ക്രാസ് ചെയ്താലേ നിങ്ങൾക്ക് മുക്തി. എന്താണ്? അപ്പം ഞാൻ പറഞ്ഞത് യോഗ ഈസ് ദി പ്രാക്ടിക്കൽ പോർഷൻ ഓഫ് ഹിന്ദുയിസം. കാരണം വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ചക്ര ആക്ടിവേഷൻ ഗോൾസ് ചെയ്യുമ്പോൾ, അതാണ് ചക്ര ആക്ടിവേഷൻ ഗോൾസാണ് ശൈവസിദ്ധാന്തം അടുത്തത് നിങ്ങൾ പഠിക്കാനുള്ളത്. അതിന് വഴിയായിട്ട് മൂലാധാരത്തിൽ നിന്ന് വിശുദ്ധി വരെ ക്രാസ് ചെയ്ത ആത്മതത്വം 24 ക്രാസ് ആകും. ഇടയ്ക്കിടെ വന്ന് പടികൾ വണ്ട് എന്ന് മലയാളത്തിൽ പാടുന്നുണ്ടല്ലോ, ഈ പടികൾ തന്നെ. അവർക്ക് ഏത് പടിയെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ആശ എഴുതി വെച്ച് അങ്ങേര് പഠിക്കുന്നു. ഇടയ്ക്കിടെ 6 പടികളുണ്ട്. ഈ പടികളിലൊക്കെ ഈ പടികൾ തന്നെ. ഈ പടികൾ ക്രാസ് ചെയ്യുമ്പോൾ യു വിൽ ബി എലിവേറ്റഡ്. അപ്പോൾ നിങ്ങൾ ആത്മതത്വം ക്രാസ് ആകും. അടുത്തത് ഇനി എലിവേറ്റായി വിദ്യാതത്വം. വിശുദ്ധി ടു ആജ്ഞ ക്രാസ് ചെയ്താൽ വിദ്യാതത്വം എലിവേറ്റ് ആവും, അത് 7. എന്നിട്ട് ശിവതത്വം 5 ക്രാസ് ചെയ്യുമ്പോൾ മുക്തി കിട്ടും. എന്തെന്ന്? അതിപ്പോൾ നിങ്ങൾ ചക്ര ആക്ടിവേഷൻ ഗോൾസ്
ഡെയിലി വെച്ച് 10 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്താൽ മുക്തിക്കുള്ള റൂട്ട് ക്ലിയറായി ഏണി വാങ്ങിച്ചു. എന്തോന്ന് ആ ഏണി കയറി അങ്ങോട്ട് കയറിയ മുക്തി. അതാണ് പറഞ്ഞത്. ഈ മറ്റേ പാരായണം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്തോന്ന് പാരായണം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ലെവൽ 1 ശരിയാ. എന്തോന്ന്